Welcome to semester to Complementary Electronics BSc Physics Main, and this is class number 42 from chapter 20 load line and DC bias circuits. Today we see some problems based on DC load line. DC ലോഡ് ലൈനിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒന്ന് രണ്ട് പ്രോബ്ലം ഇവിടെ നമ്മൾ ചെയ്യുകയാണ്. ഇത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ ടു ടോപ്പിക് BSc ഫിസിക്സ് മെയിൻ. ഇപ്പോൾ യൂസ് ഓഫ് ലോഡ് ലൈൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് ഒന്നുകൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോർ ദി അനാലിസിസ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഇറ്റ് ഈസ് നെസസറി to know the values of IC and VC under quiescent condition, that is under zero signal condition, for given values of IB, RL or RC and VC. അത്രേ മതി. ദീസ് വാല്യൂസ് അത് വേണമെന്നില്ല. ഇതല്ലാതെ ഒരു എ സി ലോഡ് ലൈൻ ഉണ്ട് കേട്ടോ. എ സി ലോഡ് ലൈൻ, ഒരു എ സി ലോഡ് ലൈൻ ഉണ്ട്. അതുകൂടി ഒന്ന് പഠിക്കണം. എ സി ലോഡ് ലൈൻ. അപ്പോൾ ചിലപ്പോൾ ഈ ഡി സി ലോഡ് ലൈനാണ് ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ എ സി ലോഡ് ലൈൻ ചോദിക്കാം. അപ്പോൾ അത് കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഗ്രാഫ് ഒന്നുകൂടി വരയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫുണ്ട്. ആ ഗ്രാഫിൻ്റെ പേര് നമ്മൾ ഒന്ന് മാറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ വി സി എക്സ് ആക്സിസ് ഐ സി വൈ ആക്സിലാണ്. അപ്പോൾ നമുക്ക് എ ബി എന്നുള്ള എ താഴെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട. ഇവിടെ എ എന്നുള്ളത് കട്ട് ഓഫ് പോയിന്റ്, ബി ആണ് സാച്ചുറേഷൻ പോയിന്റ്. നമ്മൾ നേരത്തെ പഠിച്ചതിൽ തിരിച്ചാണ് ഇട്ടിരുന്നത്. അത് നമ്മൾ സൗകര്യം പോലും മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ആ ചരിവ് കൂടുതലുള്ള ഗ്രാഫ് നോക്ക്. രണ്ട് ഗ്രാഫുണ്ട് അവിടെ. എ ബി ഗ്രാഫുണ്ട്, എ ഡാഷ് ബി ഡാഷ് ഗ്രാഫുണ്ട്. എ ബി ഗ്രാഫുണ്ട്, എ ഡാഷ് ബി ഡാഷ് ഗ്രാഫുണ്ട്. രണ്ട് ഗ്രാഫും ക്യൂവിൽ മീറ്റ് ചെയ്യും. ക്യൂ ആണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പോൾ എ ബി ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ. അതിനേക്കാൾ സ്ലോപ്പ് കൂടുതലുള്ള എ ഡാഷ് ബി ഡാഷ് ഗ്രാഫ്, അതിനെ നമ്മൾ ഡി സി ലോഡ് ലൈൻ എന്ന് പറയും. എ സി ലോഡ് ലൈൻ എന്ന് പറയും. എ ബിയെ വിളിക്കുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ. എ ഡാഷ് ബി ഡാഷിനെ നമ്മൾ എ സി ലോഡ് ലൈൻ എന്ന് പറയും. ഈ എ സി ലോഡ് ലൈൻ എങ്ങനെ കിട്ടുമെന്ന് നോക്കുക. സോ ഇൻ ദ ഫിഗർ ദർ ആർ ടു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ്സ്. ദ ഫസ്റ്റ് ഗ്രാഫ് ഈസ് എ ബി is the DC load line, and there is another graph having greater slope, that is A dash B dash, and A dash B dash is called AC load line, and these two graphs meet at Q, and Q is called quiescent point, and which is actually the midpoint of AB. അപ്പോൾ എന്താണ് ഈ എ സി ലോഡ് ലൈൻ? നമ്മളൊരു ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എ സിയിൽ കൊടുക്കുമല്ലോ. അപ്പോൾ എ സി കൂടി അങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ ആ -1/RC സ്ലോപ്പിന് ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. ആ സ്ലോപ്പ് -1/RC ആയിട്ട് മാറും. RC എന്ന് വെച്ചാൽ ലോഡുമായിട്ട് ചേർന്ന് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RAC എന്ന് പറയുന്നത് കുറയും. അപ്പോൾ സ്ലോപ്പ് -1/RAC അത് കൂടും. അങ്ങനെ സ്ലോപ്പ് കൂടുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, in practical amplifier the load is not a single resistor. പ്രാക്ടിക്കൽ ആംപ്ലിഫയറിൽ ലോഡ് ഒരു സിംഗിൾ റെസിസ്റ്ററിൽ RL മാത്രമല്ല, RC മാത്രമല്ല. In such a case the AC load is found by equivalent impedance of all the circuit components in the conductor to the collector to emitter circuit. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ ഒരു RC മാത്രമല്ല, അല്ലെങ്കിൽ ഒരു RL മാത്രമല്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ RC ഉണ്ട്, സർക്യൂട്ടിലെ കളക്ടറിലുണ്ട്, ഒരു RL പിന്നെ പഠിപ്പിക്കും ഔട്ട്പുട്ട് എടുക്കാനായിട്ട്. അപ്പോൾ RCയുടെയും RLൻ്റെയും പാരലൽ കോമ്പിനേഷൻ എടുക്കേണ്ടി വരും. അത് നമ്മൾ RAC എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷൻ എപ്പോഴും രണ്ടിലും രണ്ടത്തിൽ ഏതിലും കുറവായിരിക്കും. ഇപ്പോൾ 1/RAC is equal to 1/RC plus 1/RL എന്ന ഫോർമുല കാണുന്നത്. അപ്പോൾ AC കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയും, അപ്പോൾ സ്ലോപ്പ് കൂടും. കാരണം 1/RAC ആണല്ലോ സ്ലോപ്പ്, മൈനസ് സ്ലോപ്പ്. If RAC is the equivalent impedance between the collector to emitter, the load line
with the load RAC, the load line with the load RAC instead of RC is called AC load line. The slope M of AC load line is minus 1 by RAC. RAC is less than RC, so slope is greater, and that slope, that line with this greater slope is called AC load line. അപ്പോൾ AC load line A dash B dash ആണ്, സ്ലോപ്പ് കൂടുതലാണ്. ഈ മൈനസ് കാണിക്കുന്നതിൻ്റെ അർത്ഥം വെച്ചാൽ ഈ സ്ലോപ്പ് ഗ്രാഫ് ഇടത്തോട്ട് കിടക്കുന്നത് കാണിക്കുന്നതാണ്. പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഗ്രാഫ് വലത്തോട്ടാണ്. ഈ മൈനസ് സ്ലോപ്പ് ആകുമ്പോൾ ഗ്രാഫ് ഇടത്തോട്ടായിരിക്കും, ഈ കാണുന്ന പോലെ. വിത്ത് കപ്പാസിറ്റൻസ് കപ്ലിംഗ്, the slope of the load line, slope of the AC load line A dash B dash is always less than that of the DC load line AB. With the capacitance coupling, the slope of the AC load line A dash B dash is always less than. അതായത് നമ്മൾ പിന്നെ -1/RAC ഗ്രേറ്റർ ആണല്ലോ, എന്നാൽ കപ്പാസിറ്റൻസ് കപ്ലിംഗ് കൊടുത്ത് ഇത് കുറയ്ക്കാൻ സാധിക്കും. ഇത് Q പോയിന്റ് in the is the point of intersection of AC and DC load line. AC load ലൈൻ്റെയും DC load ലൈൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, രണ്ട് പോയിന്റുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്, രണ്ട് ഗ്രാഫുകളും കൂട്ടിമുട്ടുന്ന Q എന്ന പോയിന്റ്, അതിനെയാണ് നമ്മൾ Q പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പാണ്. ഫോർ ദി സർക്യൂട്ട് ഷോൺ ബിലോ ഡ്രോ ദി DC ലോഡ് ലൈൻ. ഈ സർക്യൂട്ട് നോക്കിയിട്ട് DC ലോഡ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ കോമൺ എമിറ്ററാണ്, ഒരു സപ്ലൈ സോഴ്സ് ഉണ്ട്, RC വാല്യൂ കൊടുത്തിട്ടുണ്ട്. എത്ര നമുക്ക് നോക്കാം. RC വാല്യൂ 5K, VCC 12.5, VBB അതിൻ്റെ ആവശ്യമില്ല. ഈ രണ്ട് വാല്യൂ മതി ലോഡ് ലൈൻ വരയ്ക്കാൻ, DC ലോഡ് ലൈൻ വരയ്ക്കാൻ. ടു ഡ്രോ DC ലോഡ് ലൈൻ വി നീഡ് ഓൺലി ടു വാല്യൂസ്, ദാറ്റ് ഈസ് RC and VCC. RC and VCC, they are given in the figure. VCC is 5 volt and RC is 2.5K. എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കുക. വരയ്ക്കുന്ന വളരെ സിമ്പിളാണ്. ആ ഗ്രാഫ് നേരത്തെ അങ്ങോട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഗ്രാഫ് അങ്ങോട്ട് വരയ്ക്കുക, AB ലൈൻ അങ്ങോട്ട് വരക്കണം, എന്നിട്ട് പിന്നെ പോയിന്റ് ഇട്ടാൽ മതി. X ആക്സിൽ VC, Y ആക്സിൽ IC എന്ന് മാർക്ക് ചെയ്യണം. നമുക്കറിയാമല്ലോ ഈ കട്ട് ഓഫ് പോയിന്റിൽ, അതായത് ബിയിൽ കട്ട് ഓഫ് പോയിന്റിൽ സപ്ലൈ വോൾട്ടേജ് ഇതിനാണ് അടുത്ത പോയിന്റ് VCC. അപ്പോൾ അവിടെ 12.5 എഴുതാം. നമുക്ക് 12.5 വോട്ടാകുന്നിരിക്കുന്നത്. താഴത്തെ പോയിന്റ് 12.5 എഴുതാം. ഇനി മുകളിലത്തെ പോയിന്റ് എന്താണ്? അവിടെ VCC/RC ആണ്. VCC 12.5, RC 5, 12.5/2.5, 12.5/2.5, ദാറ്റ് ഈസ് 5 milliampere. അപ്പം അങ്ങനെ മുകളിൽ 5 milliampere എന്ന് മാർക്ക് ചെയ്യണം, താഴെ 12.5 വോൾട്ട് എന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ഗ്രാഫാണ് DC ലോഡ് ലൈൻ. അതാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ലോഡ് ലൈൻ ഇക്വേഷൻ ഈസ് IC -1/RC VCE + VCC/RC. ഈ ഇക്വേഷൻ എഴുതാതെ തന്നെ നമുക്ക് പറയാവുന്ന ഉള്ളേ. അതായത് താഴത്തെ പോയിന്റ് VCC ആണ്, മുകളിലത്തെ പോയിന്റ് VCC/RC ആണ്. അതൊന്ന് കണ്ടുപിടിച്ച് വീണ്ടും കാണിക്കാനും ഇവിടെ. അറ്റ് സാച്ചുറേഷൻ പോയിന്റ് VCE = 0, മുകളിലത്തെ പോയിന്റ് ആകട്ടെ. സാച്ചുറേഷൻ പോയിന്റ് മുകളിലത്തെ പോയിന്റ് VC എന്നേരം അവിടെ 0 ആണ്. അത് Y ആക്സിലെ പോയിന്റാണ്. അപ്പോൾ Y ആക്സിൽ X കോർഡിനേറ്റ് 0 ആയിരിക്കും. IC is VCC/RC, that is 12.5, 2.5, 5 mA. That is written. And at the cutoff point, IC = 0, therefore VCE = VCC = 12.5 volt.
Next question. In the diagram shown below, draw the DC load line and find the operating point if zero signal base current is 20 microampere. Zero signal base current is 20 microampere. Beta is equal to 50. ബീറ്റ എന്നുള്ളത് 50 ആണ്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ വരച്ചതുപോലെയുള്ള സർക്യൂട്ടാണ്. VBB അറിയേണ്ട കാര്യമില്ല. ഇവിടെ VCC നമുക്ക് തന്നിട്ടുണ്ട്, RC തന്നിട്ടുണ്ട്. RC എത്രയാണ്? RC വാല്യൂ ഇസ് ഗിവൺ. അത് അത്ര ക്ലിയർ അല്ല, അത് നമുക്ക് താഴെ ഇക്വേഷനകത്തുണ്ട്. IB 20 മൈക്രോആമ്പിയർ ഓർത്തോളണം. അത് നമ്മൾ താഴെ ചെയ്യുന്ന സ്ഥലത്ത് ആ വാല്യൂ എഴുതുന്നുണ്ട്. ഇപ്പോൾ വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. വലിയ സ്ക്രീനിൽ വായിക്കാൻ പറ്റും, ചെറിയ സ്ക്രീനിൽ ഇപ്പം പാടാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിനകത്ത് ആ വാല്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ ലോഡ് ലൈൻ വരയ്ക്കാൻ ഒരു പ്രയാസമില്ല. ലൈൻ കൊണ്ട് വരക്കണം. ആദ്യമേ AB ലൈൻ വരയ്ക്കണം. താഴെ നമ്മൾ VCC കൊടുക്കണം. ആ VCC വാല്യൂ എഴുതണം. അതിവിടെ എത്രയാണ്? 12 വോൾട്ടാണ് അല്ലേ? 12 വോൾട്ടാണ്. 12 വോൾട്ട്. അതുപോലെ തന്നെ എയിലെ പോയിന്റ് മാക്സിമം കറണ്ടാണ്. മാക്സിമം കറണ്ട് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. at A IC is VCC by RC, that is 12/5. 12/6 ആണ് കേട്ടോ. 6 RC നിങ്ങൾ പഠിച്ച 6 എന്ന് മാർക്കണം. RC 6K ആണ്. അപ്പോൾ 12/6 2 mA. അപ്പോൾ മുകളിലത്തെ ആ കറണ്ട് സാച്ചുറേഷൻ കറണ്ട്, എയിലെ കറണ്ട് 2 mA. അപ്പോൾ ആ പടത്തിൽ നോക്കിയിട്ട് നമ്മൾ RC എന്നുള്ളത് 6 ആയിട്ടും VCC എന്നുള്ളത് 12 വോൾട്ടായിട്ട് മാർക്ക് ചെയ്യണം. ഈ പടത്തിൽ RC 6K ആണ്, 6K. പിന്നെ VCC 12 വോൾട്ടാണ്. അപ്പോൾ ഈ ലോഡ് ലൈൻ വരയ്ക്കാനായിട്ട് ഇനി നമ്മൾ IC ആ ലോഡിൽ ഇക്വേഷൻ കൊണ്ട് എഴുതണം. ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതേ. ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല. കാരണം A എന്നുള്ള പോയിന്റിൽ ഇറ്റ് ഈസ് VCC by RC ആണ്. B എന്നുള്ള പോയിന്റിൽ VCC തന്നെയാണ്, VCC. അപ്പോൾ B എന്നുള്ള പോയിന്റിൽ 12 എന്ന് എഴുതാം. മുകളിൽ നമ്മൾ 12/6 2 mA അതിവിടെ എഴുതി കാണിക്കുകയാണ് ഇക്വേഷൻ വെച്ച്. For the load line equation is IC is -1/RC into VC plus VCC by RC. ഓപ്പറേറ്റിംഗ് പോയിന്റ് Q. ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് Q കാണണം. ഓപ്പറേറ്റിംഗ് പോയിന്റ് Q നമ്മൾ പലതരത്തിൽ എഴുതും. Q, VC, Q, ICQ എന്ന് പറയും. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു മൂന്നാമത്തെ ഡേറ്റ വേണം. ആ മൂന്നാമത്തെ ഡേറ്റയാണ് അവിടെ IB തന്നിരിക്കുന്ന IB. ആ IB വാല്യൂ എടുക്കണം. അപ്പോൾ IB is 20 മൈക്രോആമ്പിയർ is given. അതിന് നമ്മൾ മില്ലി ആമ്പിയർ ആക്കുമ്പോൾ 20 × 10⁻³ 0.02 മില്ലി ആമ്പിയർ എന്ന് കിട്ടും. ബീറ്റ ഈസ് IC by IB. That is beta is IC is beta IB. Beta IB is equal to 15.02. That is 1 mA. 1 mA. IB വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം 1 mA. നമ്മൾ സാച്ചുറേഷൻ കറണ്ട് 2 mA കിട്ടി കേട്ടോ. ഇവിടെ 1 mA. 1 mA ആണ് Q പോയിന്റിലെ കറണ്ട്, അതായത് ICQ എന്നുള്ള കറണ്ട്. This is ICQ. Put this ICQ in equation 1. Equation 1 ഈ കിട്ടിയ വാല്യൂ ഇക്വേഷൻ 1ൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് 1 is equal IC equal to -1/RC 6 into VC plus 12/6. 1 is equal to -VC by 6 plus 2. VC by 6 is equal to 1. Minus will cancel. VC is 6 volt. Therefore, Q point VCQ is equal to 6 volt. So, Q point we can write as VCIC, which is 6 volt 1 mA. 6 volt 1 mA.
6 volt 1 mA that is marked in the figure. Q is VCIC which is 6 volt 1 mA. You look here. ഈ 1 mA എന്ന് പറഞ്ഞാൽ 2 mAയുടെ പകുതിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്യൂ പോയിൻ്റ് എപ്പോഴും ആ ഗ്രാഫിൻ്റെ നടുക്ക് വരണം. 1 mA നടുക്കാണല്ലോ, അതായത് 6 വോൾട്ട് 12ൻ്റെ പകുതിയാണല്ലോ. അപ്പോൾ ക്യൂ പോയിൻ്റ് എപ്പോഴും നടുക്കാൻ വരുന്നത്. എന്നാൽ ചില പ്രവണത ചിലപ്പോൾ മാറി വരും. അത് തന്നിരിക്കുന്നത് ഇപ്പോൾ കറണ്ട് IB തന്നിരിക്കുന്നത് 20ക്ക് പകരം വല്ല 30 ആണെങ്കിൽ നമുക്ക് ക്യൂ പോയിൻ്റ് നടക്കുന്ന ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. സോ ക്യൂ പോയിൻ്റ് ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ ഇത് കണ്ട ക്യൂ പോയിൻ്റ് ഈക്വൽ ടു VCIC ബ്രാക്കറ്റിനകത്ത് തരണം. ക്യൂ പോയിൻ്റ് Q ഈസ് ഈക്വൽ ടു VC, IC അതൊരു ബ്രാക്കറ്റ് ചെയ്യണം. ഈക്വൽ ടു അടുത്ത ബ്രാക്കറ്റിൽ 6V 1 mA 6V 1 mA ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. Q ഈസ് ബ്രാക്കറ്റിനകത്ത് 6V, 1 mA ക്ലോസ് ബ്രാക്കറ്റ്. That is all. With this, your 42nd class is over. We continue. Thank you.